ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഒന്നല്ല രണ്ടല്ല 3 നവമിഥുനങ്ങളാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ നമ്പർ 1 സീരിയലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മഴ തോരും മുമ്പേ എന്ന സീരിയലിലെ വില്ലനും എന്താ പറയാനാ അതിൽ പോസിറ്റീവായിട്ട് ക്യാരക്ടർ ചെയ്യുന്നതും വില്ലത്തിയും എന്നൊക്കെ പറയാം. ആ 3 പേരും ഉണ്ട്. അപ്പം നമുക്ക് ഇവരെ വെൽക്കം ചെയ്യാം. എവിടെ 3 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെവിടെ? ഒരാൾ വന്നോണ്ടിരിക്കുകയാണല്ലേ. സൂര്യനൊക്കെ പോയി. നമ്മള് 4-4:30 എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മണി 6-6:30 സൂര്യനൊക്കെ പോയി. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളുടെ സീരിയലിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ? എന്താണ് വിശേഷങ്ങൾ? ഇപ്പോ ശരണ്യയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതായത് റേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അകത്ത് പോയി, ഇവിടെ പുറത്തുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വരും വിളിച്ചോണ്ട് കരിന്നൊക്കെ പറഞ്ഞ്. അത് എപ്പോഴും ഫോൺ കോൾസ് മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഫോൺ കോൾസിൽ ഇവരെ കുറ്റം പറയാം. അതായത് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. പുള്ളിക്കാരിനെ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നു. അലീനയുടെ കൈയാള്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേര് പറയൂ. ക്യാരക്ടർ നെയിമല്ലേ എല്ലാവർക്കും അറിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ പേര്? ഹായ്, നമസ്കാരം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ട്രിവാൻഡ്രം ആണ് സ്ഥലം. ഹായ്, ഞാൻ കെസിയ. വഴുതറുമ്പിലെ രേവതി കുട്ടിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ എന്താ പഠിക്കുകയാണോ? എന്ത് ചെയ്യാ? ഞാൻ പഠിക്കുകയാണ് 9th. അച്ചോടാ 9th ആയതേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എക്സാം അല്ലേ? എക്സാം കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞു. 10ാം ക്ലാസ് ആണ്. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും 10ലായി. ഇങ്ങനെ നമ്മളെ മറ്റേ ചൂട് കൊണ്ട് ഇങ്ങനെ നടക്കില്ല. ആ ഒരു സമയം പേടിപ്പിക്കാൻ അമ്മ ഇങ്ങനെ പുറകെ നടക്കും. പടിമോളെ ലൊക്കേഷനിൽ വന്നിട്ട് ബുക്ക് കൊണ്ടിട്ട് ഷോർട്ട് കട്ടാകുമ്പോഴത്തേക്ക് ബുക്ക് കൊണ്ടുവയ്ക്കും. ഓ, ലൊക്കേഷനിൽ പഠിത്തമാണോ? അപ്പൊ എങ്ങനെയും അഭിനയം പഠിത്തമൊക്കെ പറ്റുമോ? സാധിക്കുമോ? പിന്നെ പഠിത്തം ഇഷ്ടമായതുകൊണ്ട് പഠിക്കും. ഏത് സ്കൂളിലാ? സർവോദയ. ഓക്കെ. അപ്പൊ ഏത് സ്റ്റേറ്റ് സിലബസ് ആണ്? ഞാൻ CBSE ആയിരുന്നു. പിന്നെ ഈ ഷൂട്ടിങ് മഴതോറും മുമ്പേ കയറിയുണ്ട്. ടഫ് ആവുമെന്ന് വിചാരിച്ച് സ്റ്റേറ്റ് ആയി. ഓക്കെ. അപ്പൊ ഈ എങ്ങനെ അബി ഇപ്പോ? ഞാൻ നേഴ്സാണ്, വർക്ക് ചെയ്യുന്നില്ല. ഫുള്ളി എൻഗേജ്ഡ് വിത്ത് ആക്ടിങ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. എൻഗേജ്ഡ് ആണെന്ന് അറിയാം. ഇടിയൊക്കെ കിട്ടിയോ? എവിടെ കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ കിട്ടും കിട്ടായില്ലാതെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. റീസെന്റ് ഒരു കാര്യം നടന്നു, അത് ഭയങ്കര ഹാപ്പിയായി. കാരണം ലുലുവില് ഇങ്ങനെ ഫാമിലി ആയിട്ട് നടന്ന സമയത്ത് ഒരു ആന്റി ഓടി വന്ന് കയ്യിലൊക്കെ പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്ന്. അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് അടി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. കാരണം ബ്രദർ മിഥുൻ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു പ്രൊമോഷന്റെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ മിഥുൻ പറഞ്ഞു അവന് ഭയങ്കര ടെൻഷനാണ്, ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാരെല്ലാം കൂടെ പേടിയുണ്ട്. അതായത് ആരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയില്ല. കാരണം പലരും നല്ല രീതിക്ക് എടുക്കും, മീൻസ് ആക്ടിങ് സ്കില്ല് ബേസിൽ നല്ല അഭിനയം എന്നുള്ള രീതിയിൽ എടുക്കുന്നവരുണ്ട്. ചിലവര് മുഖത്തെ നമുക്ക് കാണാം, നിന്നെ കാണാൻ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കിട്ടി ഇപ്പൊ കൊടുക്കാം എന്നുള്ള രീതിയിൽ വരുന്നത്. അത്രയും ക്രൂവലായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കാരണം ഇപ്പൊ റീസെന്റ് എല്ലാവരും ഇപ്പൊ നല്ല നെഗറ്റീവ് റോൾസ് കാണിക്കുകയാണെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ആക്ടിങ് ആ ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അമ്മച്ചി പറയുന്നുണ്ടല്ലോ. അതെ. പക്ഷെ കുഴപ്പമില്ല, അമ്മ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. വീട്ടിലെ അമ്മയൊക്കെ എങ്ങനെയാണ്? അമ്മയൊക്കെ എന്താ പറയാ, അമ്മയൊന്നും ഇങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്റെ വീട്ടിൽ അമ്മ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുവാണ്. കാരണം മറ്റേ സീരിയലിൽ നമ്മള് ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു നോർമൽ ഒരു ബ്രോ ക്യാരക്ടർ, അപ്പോൾ അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് അബീനെ നമ്മൾ ആ ഒരു, അതും ഏഷ്യാനെറ്റിൽ ഈ ഒരു സീരിയലിൽ ഇങ്ങനൊരു ക്യാരക്ടറിൽ കണ്ടപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, നമ്മുടെ അബിയാണോ ഇത് ചെയ്യുന്നത്? അസലായിട്ട് നീ ചെയ്യുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് നീ ചെയ്യുന്നുണ്ട്. മറ്റേനേക്കാളും ഒരുപാട് ബെറ്ററായി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോള് വേറെ ഏത് വർക്കാണ് ചെയ്തത്? ആദ്യം ഏത് വർക്കാണ് ചെയ്തത്? ഞാൻ കൊച്ചിയിൽ അഭിനയിച്ച സംഗമം എന്ന് പറഞ്ഞ സീരിയല്. പിന്നെ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തത് മഞ്ഞുരുകം കാലം. അത് ജോയ്സി സാർ. അതെ. അപ്പം ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് ജോയ്സി സാറിന്റെ. പക്ഷെ അന്ന് കുഞ്ഞുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ വേറെ എന്തെങ്കിലും ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ ഈ ആക്ടിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹോബീസ്? ഡാൻസ്. എനിക്കും ഡാൻസ്, പിന്നെ ക്രിക്കറ്റ്. ഡാൻസ് അറിയാം എനിക്ക്. ക്രിക്കറ്റ് ടീമിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അസോസിയേഷൻ. അപ്പോൾ ഡാൻസ് എന്താ പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? പഠിക്കുന്നില്ല, ബട്ട് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. സോ ഡാൻസ് ആണ് മെയിൻ. അപ്പോൾ ഒന്നും പഠിക്കാണ്ട് തന്നെ ഡാൻസ് ചെയ്യും? പാട്ടൊക്കെ പാടും? കുറച്ച്. അപ്പോൾ ഒരു പാട്ടായാലോ? പുള്ളിക്കാരി വരുന്നതിന് മുന്നേ നമുക്കൊരു പാട്ടൊക്കെ പാടി ഇരുന്നാലും.
രണ്ടുപേരും മൂളും തുടങ്ങിയോ ഗുജറാത്തി പാടിക്കോ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടിക്കോ പാടിക്കോ. എന്റെ അമ്മ ഭയങ്കര സിംഗറാ. അമ്മയുടെ ഒരു ഇത് ഇവിടെ ചെറിയൊരു തെരി കിട്ടിയതേ ഉള്ളൂ. അതെ, മറ്റേ ചൊല്ലുപോലെ മുല്ലപ്പൂമ്പൊടി കയറ്റും. ഇത് വല്ലപ്പോഴും ഈ സ്കൂളിലൊക്കെ കയറും പാട്ടിന്. അപ്പൊ രണ്ടുപേരും ഇതിപ്പോ പറയും പ്രിപ്പയർ അല്ല, എന്റെ ത്രോട്ട് കംപ്ലൈന്റ് ആണ്, സ്ഥിരം പറയുന്ന ഡയലോഗ്. അതെ, ശരിയാവുന്ന അറിയില്ല എന്നൊക്കെ പറയുമ്പോ പാട്ടൊന്നും ഏതെങ്കിലും പാട്. ഇപ്പോഴത്തെ ഒരു ജനഗണമന വേറെ ഒന്നും കിട്ടാതെ പാട്ടൊന്നും കിട്ടുന്നില്ല. അത് പറഞ്ഞു കൊടുക്കടാ, ഏതെങ്കിലും സോങ് പറഞ്ഞു കൊടുക്കും. വൈശാഖ സന്ധ്യ അതൊന്നും പറ്റില്ല, അത്രയ്ക്കൊന്നും പുറകോട്ട് പോകില്ല. കുട്ടി ജനിച്ചിട്ട് പോലും ഉണ്ടാവൂല ആ സമയത്ത്. यारा मैं क्या करूं सजदे सर झुकता है यारा. ഭയങ്കര ടൈമിംഗ് ആണല്ലോ, വെരി ലേറ്റ്. എന്താ ലേറ്റ് ആയേ? ഷൂട്ടായിരുന്നു, ഇരിക്കും. അതെ, ഒരു ലൊക്കേഷനിൽ നിന്നും അടുത്ത ലൊക്കേഷനിലോട്ട് ഈ കേള് ചെയ്യാൻ വേണ്ടിയുള്ള സമയം കളഞ്ഞതല്ലേ, സത്യം പറയും. ഷൂട്ട് വിടുന്നതാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും കേളൊക്കെ ചെയ്യാനുള്ള കുറേ ടൈം വേണമല്ലോ. ഓക്കെ, നമ്മളപ്പം ഇൻട്രോ ഒക്കെ കഴിഞ്ഞു. നമ്മുടെ സൂര്യൻ ചേട്ടൻ പോയപ്പോൾ ലൈറ്റ് പോയപ്പോൾ നമ്മൾ അങ്ങ് തുടങ്ങി. അപ്പോൾ എന്താ ഒറിജിനൽ പേരെന്താ? അതിലൊരു ഇപ്പോൾ വില്ലത്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് അതിൽ, ആ സീരിയലിൽ. അപ്പോൾ എന്താണ് ഒറിജിനൽ പേരെന്താ, എന്ത് ചെയ്യണു? എൻ്റെ പേര് ഷഹനാസ്. ഇപ്പോൾ കറൻ്റ്ലി സീരിയൽ ചെയ്യുന്നുണ്ട്. മഴതോറും മുൻപ് അതിൽ നെഗറ്റീവാണ് ചെയ്യുന്നത്, ബബിത ക്യാരക്ടർ. പിന്നെ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. എവിടെയാണ്? വീട്ടിൽ തന്നെയാണ് ക്ലാസ് ഇട്ടേക്കുന്നത്. കള്ളിക്കാടാണ്. സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈനായിട്ടും ക്ലാസ് ഉണ്ട്. ഓക്കെ, എന്താ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പഠിച്ചു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഡബിൾ ഡിഗ്രി കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ PG. ഡബിൾ ഡിഗ്രി ഇപ്പൊ കാണാൻ മാത്രമാണ് ഇങ്ങനെ. ഇനി PGക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. PGക്ക് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്താ വേറെ എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ വേറെ ഒന്നുമില്ല? ഇല്ല, ബിസിനസ് ഒന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സീരിയൽ ഇപ്പൊ എങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു? എന്നാണ് ആൾക്കാരുടെ പ്രേക്ഷകരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് പുറത്തു പോകുമ്പോൾ? പുറത്തു പോകുമ്പോ ചീത്തവിളിയുണ്ട്, നല്ലത് പറയുന്നതുണ്ട്, ചീത്തവിളി എല്ലാം ഉണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഈ ചേട്ടനെ ഒന്നും അടുപ്പിക്കരുത്. സ്വന്തം ചേട്ടനെ കുഴപ്പമില്ല, നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ ചേട്ടനെ അടുപ്പിക്കരുത്. ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷം. ഫസ്റ്റ് സീരിയലാണോ? ഇല്ല, ഇതിനു മുന്നേ സീരിയൽ ചെയ്തിട്ടുണ്ട്, സൂര്യയിലും കേരളത്തിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ എല്ലാരും മനസ്സിലാക്കിയത് ഈ സീരിയലിൽ വന്നതിന് ശേഷം. അതെ, സത്യം. അതും ക്യാരക്ടറും ഭയങ്കര നല്ല ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ സീരിയലിൽ. അപ്പോൾ ചെയ്യാനും ഉണ്ട് കുറെ. അപ്പൊ നിങ്ങൾ എങ്ങനെ ലൊക്കേഷനിൽ എങ്ങനെയാണ്? ഭയങ്കര ഫ്രണ്ട്ലി സംഭവമാണ് എങ്ങനെ? ഷൂട്ട് കഴിയുമ്പോ ഇവരൊക്കെ കെച്ചുവിന്റെ സീക്വൻസ് നടക്കുന്ന വേറെ ഏരിയയില. അപ്പൊ ഒരുമിച്ച് കാണണമെന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ കാണും? ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങള് പിന്നെയും അതാ ചോദിച്ചേ. അതുകൊണ്ട് എനിക്കറിയാലോ. പിന്നെ എന്റെയും കെച്ചുവിന്റെ സീക്വൻസ് ഒന്നും ഇതൊരു ഒരുമിച്ച് വന്നിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ കമ്പനിയായി? പിന്നെ അവിടെ ഫാമിലി പിന്നെ സംസാരിച്ചു. എന്തെങ്കിലും ഗെറ്റ് ടുഗദർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളൊരു ഇപ്പൊ സീരിയൽ കെച്ചുവിന്റെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തായിരുന്നു എനിക്ക് മുന്നേ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതായി അവിടെയുള്ള ഒരു മനുഷ്യ ചേച്ചിയും ബാക്കിയുള്ളവരും. ഷൂട്ട് കൊച്ചിയിലാണല്ലേ? കൊച്ചിയിലാണ് ഷൂട്ട്. നിങ്ങൾ നൈറ്റ് ഔട്ട് ഒക്കെ പോവാറുണ്ടോ? നൈറ്റ് ഔട്ട് കാരണം നമുക്ക് ലൊക്കേഷൻ ചിലപ്പോൾ അനുവദിക്കൂല. നമ്മൾ നൈറ്റ് ഒക്കെ പോകുമ്പോൾ അതൊരു ബാബി ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടർ കിട്ടാമെന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യണമെന്ന് എന്തെങ്കിലും
ഉണ്ടോ? ചെയ്യണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ മോൾഡ് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. പോലീസ് ഓഫീസറിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്താൽ, അല്ലെങ്കിൽ ഇപ്പം പീരിയോഡിക് അല്ലെങ്കിൽ പുരാണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു മെക്കോവർ പരിപാടി ചെയ്യണമെന്നുണ്ട്. എസ്പെഷ്യലി പോലീസ്, അതാകുമ്പോൾ അത് വേറൊരു സംഭവമാണല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട് ചെയ്യണം. എന്തേലും അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? എനിക്കെന്താ ഡാൻസ് ചെയ്യണം. പിന്നെ ഒരു എന്താ പറയാ ക്യാരക്ടർ വില്ലൻ ബേസ്ഡ് ചെയ്യാൻ ഇഷ്ടമാണ്. വില്ലൻ ബേസ് ഫെമിനിസം ഗേൾക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും നെഗറ്റീവ് ആണ് ഇഷ്ടം. അത് തന്നെയാണ് കിട്ടിയത്. പോസിറ്റീവിനെക്കാട്ടും കുറച്ചും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുന്നതും നെഗറ്റീവ് ക്യാരക്ടർ തന്നെ. പിന്നെ നെഗറ്റീവിൽ കുറെ കൂടെ നമുക്ക് ചെയ്യാനും പറ്റും. അതെ, എല്ലാവരും വിചാരിക്കും ഒരേ ഇതായിട്ടായിരിക്കും പോകുന്നത്, പക്ഷെ അതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ ശരിയാണ്. ശരി, നമുക്ക് ഒരുപാട് ചേഞ്ചസ് അതിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ സാധാരണ ഒരു നോർമൽ ക്യാരക്ടർ ആകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു കരച്ചിലാണെങ്കിൽ ഒരേ കരച്ചിൽ മാത്രമായിരിക്കും. പക്ഷെ നെഗറ്റീവ് ആകുമ്പോൾ നമുക്കത് പല സംഭവങ്ങളും കൊണ്ടുവരാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ഒരു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ എന്താ തോന്നിയത്? അതും ഇങ്ങനത്തെ ഒരു ഈ ഛത്രപതി ശിവജി ഇല്ലേ, പുള്ളിക്കാരന്റെ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യണം അങ്ങനത്തെ ഒരു മേക്കോവർ ഉണ്ടല്ലോ, ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ ശിവജിയുടെ, അങ്ങനെ ക്യാരക്ടർ കിട്ടിയാൽ ചെയ്താൽ കൊള്ളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടേ തോന്നിയിട്ടുണ്ട്, ഒരു ആഗ്രഹം. അപ്പൊ ഈ സീരിയലിൽ ആദ്യമായിട്ട് വിളി വന്നപ്പോ എന്താ തോന്നിയത്? ഇത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് എന്നെ പറ്റിച്ചതാണോ? അങ്ങനെയല്ല, കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം എന്റെ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാ, ജെർച്ചാനും മച്ചാനൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ജെർച്ചാണ് എന്നെ അപ്രോച്ച് ചെയ്ത. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇല്ല, എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ പ്രോജക്റ്റ് ഉണ്ട്, നീ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. അപ്പോൾ പ്രോജക്റ്റ് വന്നു ടൈമിൽ, എടാ ഹീറോ ഓപ്ഷൻ ഇല്ലടാ, ഹീറോ വേറെ ആണ്. ഓക്കെ ഏട്ടാ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് വീണ്ടും എന്നെ പുഷ് ചെയ്തു, എടാ ഹീറോ ഒരു അനിയൻ ക്യാരക്ടർ ഉണ്ട് ചെയ്യുന്ന. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട്, എടാ നെഗറ്റീവ് ക്യാരക്ടറാണ്, നീ വായിച്ചു നോക്ക്, ഓൺലൈൻ വായിച്ചു നോക്ക്, എനിക്ക് നീ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഓക്കെ നോക്കി നോക്കാം. ഇങ്ങനെ ഓൺലൈൻ വായിച്ചു നോക്കി. അപ്പം ഞാനും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ നെഗറ്റീവ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം പോവാത്ത കുറെ കാര്യങ്ങളിലൂടെയൊക്കെ പോവാം, നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ക്യാരക്ടറെ. ഓക്കെ ഡബിൾ മൈൻഡിലാണ് ഞാൻ ഓക്കെ അടിച്ചത്. പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോഴും ഞാൻ അറിയുന്നില്ല ഹരിശങ്കർ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹരിശങ്കറിന്റെ ടോട്ടൽ ഔട്ട് എന്താണെന്ന്. പക്ഷെ അതായത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അടുത്ത് പറഞ്ഞ നെഗറ്റീവ് ആണ്, എന്തായാലും ഇങ്ങനെയൊക്കെ കുറെ സീൻസ് ഉണ്ട്. ഓക്കെ പൊളിക്കാം. ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ആക്ട് ചെയ്ത് പഠിപ്പിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഓഡിയൻസിന്റെ ഔട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല അടിയിട്ട് അതൊന്നും എന്റെ മൈൻഡിൽ പോയിട്ടില്ല. പക്ഷെ ഒരു ആദ്യത്തെ 2-3 എപ്പിസോഡ് കഴിഞ്ഞ് എൻ്റെ ഒരു സീക്വൻസ് ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് കണ്ടപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഇത് ഇങ്ങനെയാണ് ക്യാരക്ടർ. ഈ ക്യാരക്ടറെ അടി ഉറപ്പാണെന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായത്. പിന്നെ എനിക്കിത് ചെയ്യാൻ കുറച്ച് പാടായി തുടങ്ങി സ്റ്റാർട്ടിങ്. പിന്നെ കാരണം അത്രയും നമ്മള് ബെസ്റ്റ് കൊടുക്കണം. ഈ ക്യാരക്ടർ അത്രയും പവർഫുൾ ക്യാരക്ടർ ബോധേഡല്ലേ ഞാൻ അതിലിങ്ങനെ പോവാ. പക്ഷെ ഈ ഇങ്ങനെ ഒരു സംഭവം ഔട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും, ഈ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് പണിയാവും, അടിയിട്ടു എന്നുള്ള സംഭവം നമ്മളത്തേക്കും കുറച്ച് മടിയാവാൻ തുടങ്ങി. അതാ പറഞ്ഞേ, മിഥുനെ വിളിച്ചപ്പോ ബ്രദർ പറഞ്ഞു അവനിപ്പോ ചെയ്യാൻ ഭയങ്കര മടിയായിട്ടിരിക്കുകയാണ്, ഓഡിയൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മോൾ എങ്ങനെ ഇത് കോള് എങ്ങനെ വന്നപ്പോ എന്താ? എനിക്ക് മനുഷ്യനാണ് എന്നെ വിളിച്ചത്. ഓക്കെ. അപ്പോൾ വിളിച്ച സമയത്ത് എനിക്ക് എന്നോട് പറഞ്ഞ ഭയങ്കര ആക്റ്റീവ് ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ മറ്റേ സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ നല്ല കൂട്ടായി നികുതിച്ചിടാം. നികുതിച്ച് ഞാൻ ഭയങ്കര കൂട്ടാം. അപ്പോൾ നികുതിച്ചൊരു കൂട്ടായപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ബോണ്ടിങ് ഉണ്ടായി. പിന്നെ എൻ്റെ ക്യാരക്ടർ ഭയങ്കര ആക്റ്റീവും എന്താ പറയുക ഇങ്ങനെ ജോളിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കൈൻഡ് എക്സ്ട്രോവേർട്ടാ, എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ മാത്രം. അങ്ങനെ ഞാൻ എനിക്ക് എക്സ്ട്രോവേർട്ട് കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും. അവരുടെ അടുത്ത് എങ്ങനെയാണോ അതേപോലെയാണ് ഞാൻ ഈ രേവതി ക്യാരക്ടർ. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രേസിമ്മ മാമച്ചൻ എന്ന രീതിയിൽ. അത് അവരുമായിട്ടുള്ള കുറേ സീൻസും എല്ലാം എൻ്റെ മുത്തശ്ശിയായിട്ടൊക്കെ ഉള്ള പോലെയാണ്. എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശീൻ്റെ അടുത്ത് എങ്ങനെയാണോ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എങ്ങനെയാണോ അതേ സെയിം രീതിയിലാണ്. അത് ലൈക്ക് ഭയങ്കര കംഫർട്ടാണ്. ഐ വാസ് നോട്ട് ഈവൻ ആക്ടിങ്. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും, കുറച്ച് ഒരു അഭിനയ ഫീൽ വരില്ല. അറിയാവുന്നതുകൊണ്ട് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ലൈക്ക് ഭയങ്കര ക്യൂട്ടാണ്. അതെ അതെ ക്യൂട്ടാണ് ക്യാരക്ടർ. ഒരു എന്താ പറയാ, നമുക്ക് ജോളി ക്യാരക്ടറാണ്. അതെ. അതുകൊണ്ട് ഇഷ്ടം.
അപ്പം നമുക്ക് അഭിനയിക്കാൻ ഈസി ആയിരിക്കും. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് ബിൻസ് അരക്കുക. പിന്നെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരുടെ ഇങ്ങനെ എന്താ പറയുക മിണ്ടി എടുക്കാനായിട്ട് ഇച്ചിരി പാടായതുകൊണ്ട്. എന്തെങ്കിലും ചീത്ത കേട്ടിട്ടുണ്ടോ ഡയറക്ടറിൻ്റെ അടുത്തുനിന്ന്? ഇല്ല. എല്ലാവരും ഞാൻ കൊച്ചുകുട്ടിയായതുകൊണ്ട് എല്ലാവരും കൊച്ചുകുട്ടി എടുത്തെടുത്ത് പറയാണ് ഞാൻ കൊച്ചുകുട്ടിയായിട്ട്. അല്ല അങ്ങനെയല്ല, എല്ലാവരും കൊച്ചെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ അതുകൊണ്ട് അത് ഞാനും 9th എന്ന് പറഞ്ഞപ്പോഴേ, കാരണം നമ്മൾ ഫ്രെയിമിൽ കാണുമ്പോൾ വേറൊരു ലുക്കാണല്ലോ. 9th എന്ന് പറഞ്ഞാൽ 9th അത് ഞാനും ഞെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ആദ്യം കോൾ വന്നത് എങ്ങനെയാ? ആരാ വിളിച്ച്? എന്ത് തോന്നി? എന്നെ ഈ സീരിയൽ ഏറ്റവും അവസാനം വിളിക്കുന്നത് എന്നെയും വേദയാണെന്ന് തോന്നുന്നു. എൻ്റെ ചേട്ടനായിട്ട് ചെയ്യുന്ന പുള്ളിക്കാരനെയും ഏറ്റവും അവസാനം വിളിക്കുന്നത്. നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നു, പുള്ളിക്കാരൻ ഓക്കെ ആയത് ഏറ്റവും ലാസ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ എന്നെ വിളിച്ചേ. എനിക്ക് പകരം വന്ന കുട്ടി മാറിയിട്ട എന്നെ പ്രൊമോ അടിക്കുന്നതിന് മുന്നേ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ വിളിച്ചിട്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്, വേറെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. പോയി പ്രൊമോ ചെയ്തു തിരിച്ചു വന്നു, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസിങ് പെട്ടെന്ന് കൺഫേം ആവോ ഇല്ലേ എന്നുള്ളത്. അത് മാത്രമല്ല, പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യണം, ദേഷ്യത്തിൽ നിൽക്കണം, ചേച്ചിയുടെ അടുത്ത് മുഖത്തിരിഞ്ഞ് നടക്കണം, അങ്ങനെയൊക്കെ ഡയലോഗ്സ് കുറവായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻസ്ഡായി, ഇത് എന്ത് ചെയ്യുന്നതെന്ന് ഉള്ള അറിയത്തില്ലല്ലോ. പിന്നെ എനിക്ക് പറഞ്ഞു തന്നത് ബിനുസാറാ, നമ്മുടെ ഡയറക്ടർ ബിനുസാറ്. ക്ലിയർ ആയിട്ടിരുന്നവർ കൊച്ചുകുട്ടികൾ ക്ലാസ് എടുക്കും പോലെ ഇരുത്തിയിട്ട് സീൻ വായിച്ച് ഇങ്ങനെയാണ് ക്യാരക്ടർ, ആദ്യം മുതലുള്ള കഥകളൊക്കെ പറഞ്ഞു തന്ന് ഈ ക്യാരക്ടറിൻ്റെ മൂവ് ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നീ പിടിച്ചാൽ മതി, കുഴപ്പമില്ല, അഭിനയിക്കുന്നെന്ന് വിചാരിക്കല്ല, നിൻ്റെ വീട്ടിൽ നിൻ്റെ ചേച്ചി അമ്മ അച്ഛനൊക്കെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു സപ്പോർട്ടാണ് എന്നെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇങ്ങനെ സീൻ കഴിഞ്ഞിട്ട് ഓരോരുത്തരും ചോദിക്കുമ്പോൾ അതിൻ്റെ സീൻ കൊള്ളായിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ, ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞു തന്നാൽ എനിക്കത് ക്ലിയർ ചെയ്യാമല്ലോ എന്ന് ഞാൻ കരുതിയിട്ട് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു തരും. ഞങ്ങളുടെ സെറ്റിലെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഈഗോ മൈൻഡ് ഇല്ല. അതായത് ഞാനിപ്പോൾ ഇവളടുത്ത് പറയാൻ കെച്ചു അത് കൊള്ളത്തില്ലായിരുന്നു, ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അവൾ അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു അക്സെപ്റ്റ് ചെയ്യേണ്ട മനസ്സുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് പോകണോണ്ട് അടിപൊളിയാണ്. അതാണ് മിക്ക ലൊക്കേഷനുകളിലും ഇല്ലാത്തൊരു സംഭവം, അതാണ് അല്ലേ? നമ്മൾ പറയുന്ന സംഭവം ചിലപ്പോൾ അവർക്ക് എങ്ങനെ എടുക്കും, പോസിറ്റീവായിട്ട് എടുക്കുമോ, നമ്മൾ പറയുന്നത് ഓക്കെ ആണോ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അത് വളരെ കറക്റ്റാണ്. അപ്പം നമ്മൾ നോക്കി അത് പെരുമാറുക. ഏജ്ഡ് ആയി, അതായത് മനീഷ് ചേച്ചി, മാമച്ചായൻ, ഇവരൊക്കെ വൈഷ്ണവി ചേച്ചി, ഇവരൊക്കെ നമ്മളെ വൈബാ, അതായത് കുഞ്ഞുകുട്ടികളുടെ വൈബാ. അതുകൊണ്ട് നമ്മളിപ്പം നമ്മൾ വഴക്ക് പറഞ്ഞാലും നമ്മൾ പറയാണ് അത് ചേരുന്ന പറഞ്ഞാൽ ചെയ്യത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പോകും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം. അത് ഇപ്പം മനുഷ്യാരനും ചേർച്ചയാരനും എല്ലാരും ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ അതൊന്നും കാണാനില്ല. ഇപ്പൊ എല്ലാവരും ഓരോരുത്തരും ഓരോ റൂമിൽ കയറി ഇരിക്കുക, ഫുൾ ടൈം ഫോണിലിരിക്കുക, സംസാരം ഇല്ല. മറ്റേത് ചില ലൊക്കേഷനിലൊക്കെ എപ്പോഴും റീലും കാര്യങ്ങളും ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എത്രത്തോളം ഫ്രണ്ട്ലി ആണെന്നുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫുഡ് എന്തെങ്കിലും, നിങ്ങൾ ഈ സ്ഥലത്തിനെ പറ്റിയൊന്നും ചോദിച്ചില്ലല്ലോ ഇതുവരെ, എന്താ ഫുഡ് ട്രൈ ചെയ്തിട്ട് നമുക്ക് പറയാം. ഓ അങ്ങനെ, അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഫുഡ് ട്രൈ ചെയ്തിട്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാവോ ഗൈസ്? ക്രിസ്പീസിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്രിസ്പീസ് കല്ലാട്ടുമുക്കിൽ, ഗ്രാൻഡ് ക്രിസ്പീസ് എന്നാണ് എൻ്റെ ഫുൾ നെയിം കേട്ടോ. ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ, എനിക്ക് ഇപ്പോഴേ നാവില് വെള്ളം പുറത്തുണ്ട്, അതാ ഉടക്കിയത്. അതാ ഞാൻ എടുത്തോ. പ്ലേറ്റ് വേണോ? അടിപൊളി അൽഫാം, കാന്താരി അൽഫാമാന്ന് തോന്നുന്നു. അടിപൊളി കാന്താരി അൽഫാം തോന്നുന്നല്ല, അതല്ലേ? അത് തന്നെ സൂപ്പർ ടേസ്റ്റ്. അതെ, ഞാൻ ഒരു അൽഫാം മന്തി എടുത്തു തരണോ? പ്ലേറ്റ് ഒന്നും വേണ്ടേ കുട്ടികളെ നിങ്ങൾക്ക്? പക്ഷേ ഇത് മറ്റേ ജഗതി പറഞ്ഞല്ലോ, നിങ്ങൾ 3 പേരും ഒത്തൊരുമകളാണ്. എല്ലാം ചിക്കനാട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അടിപൊളി ഫ്ലേവർ. കാന്താരി അൽഫാം കേട്ടോ. പക്ഷെ അങ്ങനെ എരിവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ആ ഫ്ലേവർ ഉണ്ട്. അതവര് പറഞ്ഞത് ഫ്ലേവർ ആണ് കൂടുതലുള്ളത്.
എരി കുറവാ. കാന്താരിയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, പക്ഷെ എരിവ് കാരണം ചിലർ കഴിക്കാത്തവരുണ്ട്. ഫ്ലേവർ ഇഷ്ടമാണ്. സ്പൈസി എന്നാ പറഞ്ഞ, പക്ഷെ അത്ര സ്പൈസി അല്ലെങ്കിലും ആ സ്പൈസിനെസ് ഉണ്ട്. പ്ലേറ്റ് വേണ്ട, ഈറ്റബിൾ ആണ്. കഴിക്കാൻ മാത്രം പ്ലേറ്റ്. ഇതിലുള്ള ഏറെക്കുറെ എല്ലാ ഫുഡും നമ്മൾ ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അൽഫാം മന്തി, കാന്താരി അൽഫാം മന്തി. കിട്ടില്ല അൽഫാമാണ് കേട്ടോ, കിട്ടില്ല ഫ്ലേവർ. കാന്താരിയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസിയാണ്, എന്നാൽ എന്താ പറയുക, ഫ്ലേവർ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അൽഫാമാണ് ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാന്താരി കഴിക്കുന്നതും. ഇവിടുത്തെ ബെസ്റ്റ് എനിക്ക് തോന്നുന്നു കാന്താരി അൽഫാം. എല്ലാവരും അത് ട്രൈ ചെയ്യണം. ഇവിടുത്തെ ക്രിസ്പി ക്രിസ്പിയിലെ അൽഫാം, കാന്താരി അൽഫാം മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതെ, ഓൾറെഡി ഒരു ലോട്ടഡ് ഫ്രൈസിൻ്റെ ആളാണ്. ആണോ? ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചീസി ആയിട്ടുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചീസി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? പാലൂട്ടി വളർത്തുകിളി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, അടിപൊളി. അടിപൊളി. എങ്ങനെയുണ്ട്? എനിക്ക് ലോട്ടഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വന്നതിൽ എല്ലാം കഴിച്ചു, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം കൊള്ളാം കേട്ടോ. പക്ഷേ കൂടുതലും എനിക്ക് പ്രയോറിറ്റീസ് ഫീൽ ചെയ്തത് ഇതെനിക്ക് നല്ല ടേസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചീസിയും ആ ചിക്കനൊക്കെ നല്ല ഫ്ലേവറായിട്ടൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ഇവിടെ വരും, കഴിക്കാൻ വേണ്ടി വരും. അപ്പം കിച്ചുനി ക്രിസ്പിയുടെ ആളാണ്. അടിപൊളി കേട്ടോ ബർഗർ. ഞാനും ഇതിൽ എല്ലാം ട്രൈ ചെയ്തായിരുന്നു, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കൂടുതൽ എനിക്ക് ഞാൻ ബർഗർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൂടുതലും കഴിക്കുന്നത് ഈ KFC-യിലൊക്കെ പോയിട്ടൊക്കെയാണ് കഴിക്കാറ്. പക്ഷേ അതിനെയും കാട്ടിലും സൂപ്പർ നമ്മുടെ ക്രിസ്പിയിലെ അടിപൊളിയായിട്ടുള്ള ബർഗർ. അടിപൊളി, നൈസായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കാരണം ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ എന്താ പറയാ, എല്ലാം നമുക്ക് ഒന്നിച്ചിങ്ങനെ കഴിക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. ക്രിസ്പിയിൽ ഒരുപാട് സ്പെഷ്യലുണ്ട്, എടുത്തു പറയാൻ ഒന്നുമില്ല, കാരണം എല്ലാം ബെസ്റ്റാണ്. ഇന്നതാണ് ബെസ്റ്റ് എന്നുള്ളത് എടുത്തു പറയാനില്ല, എല്ലാം ഒരുപോലെ ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. കല്ലാട്ടുമുക്കിൽ ഗ്രാൻഡ് ക്രിസ്പി എന്നാണ് ഇതിൻ്റെ പേര്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഫുഡിയാണെന്നും ഫുഡിയാണെന്ന് പറഞ്ഞു, വർക്കൗട്ടും ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ നടക്കുന്നില്ല, എന്തോ നീ നടക്കുന്നില്ലെന്നാണോ? വർക്കൗട്ട് ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെയാ, വർക്കൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഈ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കില്ല, അവർക്കുണ്ടെന്ന്. ഞാൻ പിന്നെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് വർക്കൗട്ടും കൂടെ എടുക്കാണ്ട ത്രാണിയില്ല. അതെ, അത് തോന്നി കണ്ടപ്പോ. അപ്പൊ ഡാൻസ് തന്നെയാണ്. ഡാൻസ് തന്നെ. ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ടോ? പൊടിക്കൈയൊക്കെ ചെയ്യാറുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് ഭംഗിയും കോലൊക്കെ കുഞ്ഞിലേ ഞങ്ങള് ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, നിങ്ങൾ ഫുഡിലോട്ടാണ് ശ്രദ്ധിക്കുന്നത്. അതെ, എന്തെങ്കിലും രണ്ട് വാക്ക് പറയൂ, വായിൽ ഫുഡിരിക്കുമ്പോ എങ്ങനെ കാര്യത്തിലേക്ക് കിടക്കാം.
ചേച്ചിയുടെ വിശേഷങ്ങൾ പറ. ചേച്ചിയുടെ വീട്ടിലെ എന്റെ വിശേഷം എന്താ? വിശേഷങ്ങൾ, പുതിയ വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറ. ഇപ്പൊ ഞാൻ മൂകാംബിക സീരിയൽ ചെയ്യുന്നു സൂര്യ ടിവിയില്. അപ്പൊ അതിപ്പം 1 to 15 ആണ് എന്റെ ഷെഡ്യൂള്. അപ്പൊ ഷൂട്ട് ട്രിവാൻഡ്രം തന്നെയാണ്. അങ്ങനെ അതിന് ചേച്ചി നെഗറ്റീവ് ആണോ? ആ പക്ഷെ ഞാൻ അതിലൊരു ഒരു പൂജാരിയുടെ വൈഫാണ്. ഒരു കാണാൻ ഒരു പാവ ലുക്കാണ്, പക്ഷെ ഭയങ്കര ടെററാണ്. അപ്പൊ കൂടോത്രം. അയ്യോ കൂടോത്രന്നല്ല, അതുകൊണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഷെഡ്യൂളില് അവിടുത്തെ അമ്പലത്തിലെ പോറ്റിയെ ഒന്ന് ട്യൂൺ ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ ഉണ്ട്. അതൊന്നും കൂടോത്രം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയാം. മൂകാംബികയിൽ ഷൂട്ടുണ്ട് അതിന്റെ. അത് ഒരു 1 വീക്ക് അവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം തന്നെയാണ് ഷൂട്ട്. പിന്നെ വേറെന്ത് വിശേഷം? പിള്ളേരൊക്കെ പിള്ളേരും ഇപ്പൊ ഒരാളിപ്പം ഡിഗ്രി 3rd ഇയർ ആയി. 4th സെം എക്സാം കഴിഞ്ഞു. ഡിഗ്രി 3rd ഇയർ. പ്ലസ് ടു അല്ല, ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. ഡിഗ്രി 3rd ഇയർ ആയി. പിന്നെ ഒരാൾ ഇപ്പൊ 10th എക്സാം കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞു എക്സാം. അതാ 9th നിന്ന് അച്ചോടാന്ന് ഞാൻ പറഞ്ഞേ. എൻ്റെ മോനേക്കാളും ചെറുതാ. അപ്പം ഈ പാഷനായിട്ട് ഈ ഒരു ഡാൻസ് ആയിട്ടും ആക്ടിങ് പഠിത്തമായിട്ട് മുന്നോട്ട് പഠിത്തം പോകണം. ഓൺലൈനായിട്ട് എന്തായാലും PG കൂടെ എടുക്കണം. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അനിയനുണ്ട്, ഉമ്മ പപ്പ അനിയൻ. പിന്നെ മാരീഡ് ആണ്. ഹസ്ബൻഡ് മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്നു. സരിഗമപായിൽ അസിസ്റ്റന്റ് ആയിട്ട് കൊറിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. കേരളത്തില് പാർത്ഥീവ് എന്ന പേര്. സജന മാമിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. സജന മാമിന്റെ അവിടെ ക്ലാസ്സിൽ ഞാൻ കുറേ വർഷം. അപ്പൊ എനിക്ക് തോന്നുന്നത് ചേച്ചി കണ്ടാലൊക്കെ അറിയായിരിക്കും. മാരേജിന് മുന്നേ ഒക്കെ ഒരുപാട് വർഷം ഞാൻ മാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. കുറവങ്കോണത്ത്. പേരെന്തായിരുന്നു? പാർത്ഥീവ്. കണ്ടറിയായിരിക്കും. നമ്മൾ നൻപുണ്ടോ? അവിടെ അബിയുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. ബർഗർ വേണ്ട ആർക്കും. ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാം. അപ്പോ കെസിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എൻ്റെ വീട്ടില് അമ്മ, ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ്. എൻ്റെ കറക്റ്റ് പ്ലേസ് ചെങ്ങന്നൂരാ. അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി ഇവരുള്ള. ഇല്ല, ഒറ്റപ്പാള. അമ്മ സീരിയലിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഏകദേശം എല്ലാവരും സിംഗിൾ ഷേഡാ. ഈ കിച്ചു, ജാൻവി, നികിതേച്ചി, വേദ ഇവരെല്ലാം ഒറ്റ ആളാ. ഞാൻ, അബി, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. നമുക്ക് 3 പേർക്ക് മാത്രമേ സിബിലിങ്സ് ഉള്ളൂ. ബാക്കി ഒട്ടുമിക്ക വൈഷ്ണവി ചേച്ചി ഒറ്റ ആളാണ്. അപ്പൊ ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാ. അപ്പൊ പുള്ളിക്കാരി എങ്ങനെയാ? വൈഷ്ണവി ചേച്ചി എങ്ങനെയാ? നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അഭിനയിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? എന്തെങ്കിലും ചേച്ചിയെ കാണുമ്പോ സത്യം പറഞ്ഞാൽ എല്ലാവരും റഫ് ആൻഡ് ടഫ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ചേച്ചിക്ക് ആ ഒരു മാനേഴ്സ് ഉണ്ടല്ലോ. ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ചേച്ചി ഭയങ്കര കൂളാണ്, ഫ്രണ്ട്ലിയാണ്, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. കിഷോറേട്ടൻ എന്ന് പറയുന്നത് കിഷോറേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഭയങ്കര എപ്പോഴും പാട്ടൊക്കെ പാടി അല്ലേ? എപ്പോഴും അങ്ങനെ തന്നെയാണോ? എപ്പോഴും പാട്ട് പാടി, കവിതകളും പാട്ടും പാടി ഭയങ്കര ആക്റ്റീവാണ് കിഷോറേട്ടൻ. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വൈഷ്ണവി ചേച്ചിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ചേച്ചി പാവം സ്ക്രീനിൽ കാണാൻ. അത് നമുക്ക് അതെന്താണെന്ന് പറയാം, നമ്മളൊരു ഒളി ക്യാമറ വെച്ചിട്ട് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ നോക്കണം എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. ചില ഓഡിയൻസ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും എന്തും. നല്ല വൈബാ, നല്ല വൈബാ. ആളുടെ കൂടെ ഒരിക്കലും ബോറടിക്കത്തില്ല. ഭയങ്കര എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ചേച്ചി. അങ്ങനെ ആയിരിക്കണം അല്ലേ? നമ്മുടെ ലൊക്കേഷൻ അങ്ങനെ ആയിരിക്കണം. ഞാൻ, വേദ, ജാൻവി ഞങ്ങൾ 3 പേരും ഒന്നിച്ച്, അതായത് ചേച്ചിയുടെ കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറയാം അമ്മയും മക്കളും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന ഒരു അമ്മയും മക്കളും എങ്ങനെയാണ് അതുപോലെ അടി ഇടി നമ്മൾ ഭയങ്കര ഇവള് എല്ലാരും ഇടിക്കുക. അവിടെ ലൊക്കേഷനിൽ ഇവിടെ ഇടിക്കാത്ത ആരുമില്ല. ഡയറക്ടർ, ക്യാമറാമാൻ, കൂടെ നിൽക്കുന്നത് ആർട്ടിസ്റ്റുകൾ. എനിക്കൊക്കെ ഏത് വഴി ഇടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. എവിടെന്നെങ്കിലൊക്കെ പറന്ന് ഇടി കിട്ടും. എല്ലാവർക്കും സത്യം പറഞ്ഞ പേടി ബബിതേനെ, ഷെഹനാസിനെ. ഒന്ന് പറഞ്ഞ് 2 ഇടി ഉറപ്പാ. സ്നേഹം കൊണ്ടാണ് ഇരിക്കണ. മാരേജ് കഴിഞ്ഞ എത്ര നാളായി? 2 വർഷമായി. 2 വർഷമായി. ബേബീസ് ഒന്നുമില്ല. മോളിപ്പം ഇടയ്ക്ക് ഫെമിനിസത്തിന്റെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു?
അപ്പൊ എന്താ ഫെമിനിസം അത് അങ്ങനെ ഒരു തോന്നൽ ഫെമിനിസം അങ്ങനെയല്ല, ലൈക്ക് ഒരു ഗേളിഷ് ടൈപ്പ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതായത് ചെറിയ വായിൽ വലിയ വർത്താനം പറയണം. അതിനാണ് ഇങ്ങനെ കിടന്ന് അവളെങ്ങനെ കുത്തി കുത്തി പറയുന്നത് നീ വന്ന സമയം അവളെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചെന്ന് പറയുന്നില്ലേ. 10 അടുത്ത് ഞാൻ 10 ആകാൻ പോണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. സോറി. അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്തെങ്കിലും എന്താണ് അങ്ങനെ ഫുള്ളി ബേസ്ഡ് ആയിട്ട് അങ്ങനെ ആണുങ്ങളെ വെറുത്തു അങ്ങനെയൊന്നുമല്ല. ബട്ട് ലൈക്ക് ഒരു ഈ ഫെമിനിസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രത്യേക അവർക്കൊക്കെ നല്ലൊരു എന്താ പറയാ, അവരുടെ ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബോൾഡ് ഉണ്ടാവും. എനിക്കൊരു ബോൾഡ് ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എൻ്റെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ആയാൽ പോലും നല്ല ബോൾഡാണ്, എന്ത് മൂത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ ഉള്ള ധൈര്യം കാണിക്കുന്നുണ്ട് അതിൽ അല്ലേ? കാരണം ആ പാരന്റായിട്ട് നിൽക്കുന്നവർക്ക് പാവം അങ്ങനെയൊന്നും നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണോ അങ്ങനെ? അതുകൊണ്ട് അല്ല ഫെമിനിസത്തിലോട്ട് പോകണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പോകണമെന്നൊന്നും ഇല്ല. എങ്കിൽ പോലും ഒരു ബോൾഡ് ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ ഓവർ ഇങ്ങനെ മറ്റേ ഗേളിഷ് ടൈപ്പ് ആവാൻ താല്പര്യമൊന്നുമില്ലാത്ത ഒരു ക്യാരക്ടർ. മാൻലി ലുക്ക് അങ്ങനെയാണോ? മാൻലി ടൈപ്പ്. അപ്പൊ ഇപ്പം നിങ്ങളുടെ ഷെഡ്യൂളാണോ? ഷെഡ്യൂൾ എങ്ങനെ ബ്രേക്ക് ആണോ? ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടോ? ബ്രേക്ക് ആകുമ്പോ നിങ്ങൾ കണ്ടുമുട്ടാറുണ്ടോ? അപ്പൊ എല്ലാവരും അവാർഡ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞില്ലായിരുന്നു? പാർക്കിന് അവാർഡ് കിട്ടിയോ? നമുക്ക് ആർക്കുമില്ല. നമുക്കാർക്കുമില്ല. ചേച്ചിക്ക് കിട്ടി, പിന്നെ നികിതേച്ചിക്ക് രാഹുലേട്ടനും ബെസ്റ്റ് പേര്. നമ്മുടെ ബെസ്റ്റ് പോപ്പുലർ സീരിയലും ബെസ്റ്റ് സീരിയലും മഴതോരും മുമ്പൊക്കെ ആയിരുന്നു ഈ വർഷത്തെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ്. പിന്നെ റോസമ്മയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു. റോസമ്മയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ്. ഇപ്പൊ എത്ര എപ്പിസോഡായി? 200 കഴിഞ്ഞു. ഒരു 32. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ പ്രേമം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? മോളോട് ചോദിക്കാൻ പാടില്ല, നിന്നോട് എന്തെങ്കിലും പ്രേമം കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ചേച്ചി, എന്തിനാ വെറുതെ, നമുക്ക് അൽഫാം മതി. അങ്ങനെ ഒതുക്കണ്ട, പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ല കാര്യമായിട്ട് ഞാൻ സിംഗിളാ. സിംഗിൾ വേണ്ടേ? പിന്നെ തരാം. അപ്പൊ ഇല്ല അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല, കിട്ടാത്തോണ്ടാണോ? കിട്ടാത്തല്ല, ഉണ്ടായിരുന്നു, മതിയായി. അതുകൊണ്ട് തേച്ചു. ആര് തേച്ചു? അതൊന്നും പറയൂല. പറ അങ്ങോട്ടേക്ക്. ആരും തേച്ചില്ല, മതിയായി. ഒന്നും കൊണ്ട് മതിയായിരുന്നു. കരയില്ലേ? നമുക്ക് ടോപ്പിക്ക് മാറ്റാം. അയ്യോ കാണല്ലേ. എന്താണ് റീസൺ? അഭി കരച്ചിലാണ്, സങ്കടം സഹിക്കാൻ നമുക്കത് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല ചേച്ചി, ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. പിന്നെ ശരി. അപ്പം വേറെ ഇനിയിപ്പോ അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ശരി, നിനക്ക് പ്രേമത്തെ കുറിച്ച് ചോദിക്കണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് ചോദിക്കാം. ഇപ്പൊ നിങ്ങളിപ്പോ സീരിയലല്ലേ ചെയ്യുന്നത്, അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രോജക്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് സീരിയലിൽ വന്നോ, സിനിമയിൽ വല്ല വിളിയും വന്നോ? എന്താണ്? എനിക്ക് സിനിമയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ധ്യാൻ ശ്രീനിവാസന്റെ. അത് ഡിസംബറിലായിരുന്നു. പക്ഷെ എനിക്ക് ഷൂട്ടിന് പോകാൻ പറ്റിയില്ല. സെക്കൻഡ് ഹീറോയിനായിട്ട് വിളിച്ചതാ. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ആയിരുന്നു. കറക്റ്റ് 15 ദിവസം എനിക്ക് അവിടെ ഷൂട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് സന്ദീപിന്റെ പുതിയൊരു മൂവി നടക്കുന്നത്, അതിലൊരു 3 days ഫ്രണ്ടായിട്ട് എന്തോ ആണ്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്തോ ആണ്. അതും പോയി പറ്റിയില്ല. കറക്റ്റ് ആ സമയത്ത് ഇവിടെ ഷൂട്ടായിരുന്നു, ഒന്നിനും പറ്റിയില്ല. നിങ്ങൾക്ക് ലൈനപ്പില് കുറച്ച് പടം ഉണ്ട്, ലാലേട്ടന്റെ മമ്മൂക്കരൊക്കെ പടം ഉണ്ട്. എല്ലാ പടമൊക്കെ ഉണ്ട്, നിന്നെ വിളിച്ചോന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷണൽ ഫിലിം എന്ന് പറയുന്നത് ഒരു വേറൊരു സ്റ്റൈലാണ്. നമ്മുടെ സീരിയൽ ഇപ്പോഴും പണ്ടത്തെ പോലെ പൈങ്കിളി തന്നെയാണ്. ദൈവമേ, സീരിയലിലുള്ള ആള് തന്നെയാണ് പറയുന്നത്. പൈങ്കിളിയാണെന്ന് പറയില്ല, പല ജേണലിലും പല മെറ്ററുകൾ. കാരണം ഇപ്പോ പണ്ടത്തെ സീരിയൽസ് അല്ല, മറ്റേ ഇപ്പോ തന്നെ ജേണൽസ് മാറി തുടങ്ങി സീരിയൽസിലും. ഇത് നമ്മുടെ സീരിയൽ ഒറിജിനൽ അഡാപ്റ്റേഷൻ നോവൽ റിട്ടേൺ സ്റ്റോറി. പക്ഷെ ബാക്കിയുള്ള കുറച്ച് നോക്കുമ്പോൾ ഇപ്പം എല്ലായിടത്തും ഫീമെയിൽ ഓറിയന്റഡ് സ്റ്റോറീസാണ് വരുന്നത്. മെയിൽ ഓറിയന്റഡ് സ്റ്റോറീസും വരാൻ തുടങ്ങിയിട്ടുണ്ട് സീരിയലിൽ. പിന്നെ സീരിയൽസിന്റെ ഫുട്ടേജ് ഷൂട്ട് ചെയ്യുന്നതിന്റെ പാറ്റേൺസ് മാറി,
അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ സീരിയലിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിലും ഒരു ഫാമിലി, അമ്മായിയമ്മ ഒരു കരച്ചിൽ, അല്ല എല്ലാം ബേസിക് ഇമോഷൻസ് എല്ലായിടത്തും ഉണ്ട് താനും. എന്നാൽ പക്ഷെ അതിന്റെ മേക്കിംഗ് ക്വാളിറ്റിയും മേക്കിംഗ് മെത്തേഡ്സും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഫിലിമിനെ കുറിച്ച് എന്താ പറയേണ്ടത്? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വേറെയാണ്, ഒരു സ്റ്റൈലും അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വേറെ. ഇപ്പം ജനറേഷൻ മാറിയെങ്കിലും അങ്ങനത്തെ ജെൻസി പടങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ കാണുന്നത് 90s പടങ്ങളാണ്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് അവരെല്ലാം എടുക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സിനിമയും ഒരു അല്ലേ? അപ്പൊ എന്താ അതിനെ കുറിച്ചൊന്നും പറയാനില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സിനിമയെ കുറിച്ച്. ഇപ്പോഴത്തെ ട്രെൻഡ് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം മേക്കിങ്ങിലും കണ്ടന്റിലുമാണ് മലയാള സിനിമ പോകുന്നത്. കണ്ടന്റാണ് മലയാള സിനിമയുടെ ഒരു അടിസ്ഥാനം. എന്നാലും ഇപ്പോഴത്തെ ആണെന്ന് പറഞ്ഞാലും കാണാൻ കൊള്ളാന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, അത് കാരണം പണ്ടത്തെ ആയിരിക്കാം കുറച്ചും കൂടെ നന്നായി. പക്ഷെ ചില പുതിയ, അതായത് 24-25 ഇയേഴ്സിലൊക്കെ അവർ ഡയറക്ടറായിട്ടൊക്കെ ചെയ്യുന്ന ആ തമിഴ് മൂവിയുടെ എന്താ ഇപ്പോഴായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ യൂത്ത്, ഇതൊക്കെ എന്ന് വെച്ചാൽ ആ ചെറുപ്രായത്തിലെ ഡയറക്ഷനാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹിറ്റ് സിനിമകളാണ്. അത് കാണാനും ഭയങ്കര ഇതായിട്ട് ഒരു ഫാമിലി പോലത്തെ മൂവീസൊക്കെ അങ്ങനെ ചെയ്യുന്നവരും കുറേ മൂവീസ് നല്ലതുണ്ട്. അപ്പൊ ഈ ഫിലിമിൽ ഏതെങ്കിലും നായകനായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? നായിക, നിനക്ക് നായിക, നായകനായിട്ട് അഭിനയിക്കണമെന്ന് ഞാനതാ ഉദ്ദേശിച്ചത്. അത് നായകൻ ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു നായിക, ഇപ്പൊ ഞാൻ നായകനാവുമ്പോൾ ഇന്ന നായിക വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നയൻതാരമായിരിക്കും പറയാൻ പോണേ. ഒരുപാടുണ്ടല്ലോ. എന്നാലും നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജാൻവി കപൂർ കേട്ടിട്ടില്ലല്ലേ? എന്നെ വിളിച്ചോ? ജാൻവി കപൂർ അത് മതിയല്ല? മലയാളത്തിലൊക്കെ ഹിന്ദിയാ, ഇവിടെ ഒന്നും വേണ്ട, മലയാളം വേണ്ട. മലയാളത്തിലാണെങ്കില് ഇപ്പൊ ആരാ ഉള്ളത്? മറ്റേ ആരാ പറയാ, അനശ്വര, നിഖില വിമൽ. ചേരുവല്ലേ? എല്ലാരും പറയാറുണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ടോ? ഫിലിമിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഫിലിം ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. വേറെ ചിന്തിച്ചതാ അല്ല, ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്റെ അടുത്ത്? അതല്ല, സിനിമ ട്രൈ ചെയ്തിട്ടുണ്ടോ? നീ തമ്മില് വെക്കില്ല കേട്ടാ. നിഖില വിമലിനെ ട്രൈ ചെയ്താ നീ തെറ്റിദ്ധരിച്ചു. ഞാനല്ല, അവള്. നീയാ, നിന്റെ ടോട് പറയുമ്പോഴേ ഞാൻ ചോദിച്ചാ എന്താടാ അത്. അപ്പൊ ഏതെങ്കിലും നായകനായിട്ട് അഭിനയിക്കണമെന്നോ അങ്ങനെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ? നസ്ലിൻ. വേറെ ആരും വേണ്ട? വേറെ ടോവിനോ ചേട്ടൻ്റെ കൂടെയും നിവിൻ ചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കണമെന്നുണ്ട്. നായിക കേട്ടോ? നായികയായിട്ടില്ല, ലൈക്ക് അവരുടെ വല്ല സിസ്റ്റേഴ്സോ അങ്ങനെ ആരായിട്ടെങ്കിലും അഭിനയിക്കണം എന്നൊക്കെ അവരൊക്കെ ഉള്ളൂ. പിന്നെ പണ്ട് ഞാനൊരു പ്രാവശ്യം ഷാറൂഖ് ഖാൻ എന്നൊന്ന് പറഞ്ഞു, പിന്നെ ഞാൻ എയറിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നില്ല. ലൈക്ക് ഷാറൂഖ് ഖാന്റെ ഭയങ്കര ഫാനായ. ആണോ? മലയാളത്തിൽ എല്ലാത്തിനും ഉണ്ടല്ലോ. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പറയും മിമിക്രിയൊക്കെ ചെയ്യല്ലേ? ഞാൻ അതിലില്ല. ഇല്ല, ഈ ഡാൻസ് മാത്രമേ ഉള്ളൂ, പാട്ട് എന്തെങ്കിലും പാടും? ഇല്ല, ഡാൻസ് മാത്രം പാടുന്നില്ല. പാട്ടെന്നെ കൊണ്ട് കൂടുന്ന അപ്പോ മഴതോരും മുമ്പിലുള്ള 3 എന്താ പറയുന്ന ഒരു യൂത്ത് ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. സീരിയൽ വിശേഷവും അവരുടെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ വരാൻ മറക്കരുത്. ക്രിസ്പീസ് കല്ലാട്ടുമുക്കിലുള്ള ക്രിസ്പീസ് നിങ്ങൾ വരാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു പാട്ടൊക്കെ പാടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുകൂടി കെസിയെ പാടുന്നതായിരിക്കും. കെസിയെ നല്ല വൈകിട്ട് പാട് അങ്ങ് മലയാളം എല്ലാരും കൂടി പാടാം. നിങ്ങൾ പറ. ഞാൻ നേരത്തെ ഞാനല്ലേ ചൂസ് ചെയ്ത്. ഞാൻ ട്രൈ ചെയ്തു. മലയാളം വേണം, ഇംഗ്ലീഷ് വേണം, തമിഴ് വേണം. ഏത്? 3, 2, 1 മധുരക്കിനാവിൻ ലഹരിയിലെന്തോ കുടമുള്ള പൂവിരിഞ്ഞോ,
അതിലായിരം ആശകളാൽ ഒരു പൊൻവരവേ തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. മതിയോ? പാട്ട് കഴിഞ്ഞോ? കുറച്ച് കഴിയോ? അതര മധുര ശലശേഖരം ബാക്കി എന്താ ശിശിരാമരം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ ചായൽ എന്തൊരാവേശം എന്തൊരാവേശം ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്തോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻമരമേ തേൻ വണ്ടു ഞാൻ അഴകേ തേൻ വണ്ടു ഞാൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. മഴതോരു മുമ്പിലുള്ള 3 പേരുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.